തേർഡ് മൊഡ്യൂളിൽ റൂട്ടിംഗ് അൽഗോറിതംസിൽ മെയിൻലി 2 റൂട്ടിംഗ് അൽഗോറിതംസ് ആണ് ചോദിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ലിങ്ക് സ്റ്റേറ്റ് അൽഗോറിതം അല്ലെങ്കിൽ ഡിസ്ട്രാസ് അൽഗോറിതം. ആ രണ്ടുപേരും നിങ്ങൾ പഠിക്കണം. ലിങ്ക് സ്റ്റേറ്റ് അൽഗോറിതം എന്ന് പഠിക്കണം, ഡിസ്ട്രാസ് അൽഗോറിതം എന്നുള്ളതും പഠിക്കണം. കാരണം എക്സാമിനേഷനിൽ അവർ ചോദിക്കുന്നത് ഏതെങ്കിലും ഒന്നായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവാൻ പാടില്ല ഏതാന്നുള്ളത്. അപ്പോൾ റൂട്ടിംഗ് അൽഗോറിതംസ് എന്താണ്? ഈ നെറ്റ്വർക്ക് ലെയർ ആണ് റെസ്പോൺസിബിൾ ഫോർ റൂട്ടിംഗ് പാക്കറ്റ്സ് ഫ്രം സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ. അപ്പൊ നെറ്റ്വർക്ക് ലെയർ ഇംപ്ലിമെന്റ് ചെയ്യുന്ന അൽഗോറിതം ആണ് എന്ത് അൽഗോറിതം? റൂട്ടിംഗ് അൽഗോറിതംസ്. അപ്പോൾ ഇന്റർനെറ്റ് എന്ന് പറയുന്നത് കണക്ഷൻ ഓഫ് ഡിഫറെന്റ് ഡിവൈസസ് ആണ്, നോഡ്സ്. ഈ നോഡ്സ് തമ്മിൽ ഇന്റർ കണക്റ്റഡ് ആണ്. അതായത് ഒരുപാട് പാത്ത് ഉണ്ടാവും. ഒരു പാക്കറ്റ്സ്, അതായത് ഡാറ്റാസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് പാക്കറ്റ്സിലാണല്ലോ. ഒരു പാക്കറ്റ് സോഴ്സും ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ ഒരുപാടധികം പാത്തിലൂടെ കടന്നിട്ടാണ് അത് എത്തുന്നത്. അതുപോലെ ഒരു സോഴ്സിൽ നിന്ന് ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ ഒന്നിലധികം പാത്ത് ഉണ്ടാവും. അപ്പൊ അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് പാത്ത് സെലക്ട് ചെയ്യാനുള്ള ഡ്യൂട്ടി നെറ്റ്വർക്ക് ലെയറിനാണ്. അപ്പോൾ ദ ബെസ്റ്റ് പാത്ത് സെലക്ട് ചെയ്യുന്നത് റൂട്ടിംഗ് അൽഗോറിതം വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ ലീസ്റ്റ് കോസ്റ്റ് പാത്ത് എന്നൊക്കെ പറയും. അതായത് ഈ ഡിവൈസസ് എല്ലാം അല്ലെങ്കിൽ ഈ നോഡ്സ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുന്ന ആ കണക്ഷൻ നമ്മൾ ലിങ്ക് എന്ന് വിളിക്കും. ഓരോ ലിങ്കിനും അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു കോസ്റ്റ് ഉണ്ട്. ഏറ്റവും ലീസ്റ്റ് കോസ്റ്റ് പാത്തിലൂടെ വേണം നമുക്ക് എത്താനായിട്ട്. ആ ലീസ്റ്റ് കോസ്റ്റ് പാത്ത് കണ്ടുപിടിക്കാനായിട്ടാണ് റൂട്ടിംഗ് അൽഗോറിതംസ് ഉള്ളത്. റൂട്ടിംഗ് അൽഗോറിതംസിന് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് സെൻട്രലൈസ്ഡ് റൂട്ടിംഗ് അൽഗോറിതം ഉണ്ട്, ഒന്ന് ഡീസെൻട്രലൈസ്ഡ് റൂട്ടിംഗ് അൽഗോറിതം ഉണ്ട്. അപ്പൊ സെൻട്രലൈസ്ഡ് റൂട്ടിംഗ് അൽഗോറിതം മീൻസ്, സെൻട്രലൈസ്ഡ് റൂട്ടിംഗ് അൽഗോറിതം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് കമ്പ്യൂട്ട്സ് എ ലീസ്റ്റ് കോസ്റ്റ് പാത്ത് ബിറ്റ്വീൻ എ സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ യൂസിങ് കംപ്ലീറ്റ് ഗ്ലോബൽ നോളേജ് അബൌട്ട് ദ നെറ്റ്വർക്ക്. അതായത് ഒരു കൺട്രോളർ ഉണ്ട്. ആ കൺട്രോളറിന് അറിയാൻ പറ്റും എത്ര നോഡ്സ് ഉണ്ട്, ആ നോഡ്സ് എങ്ങനെയൊക്കെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, ഓരോ നോഡും തമ്മിലുള്ള ലിങ്കിന്റെ കോസ്റ്റ് എത്ര എന്നുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ ആർക്കുണ്ട്? ഒരു സെൻട്രൽ ആയിട്ടുള്ള ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഒരു കൺട്രോളറിനുണ്ട്. അപ്പൊ നമ്മുടെ ലിങ്ക് സ്റ്റേറ്റ് അൽഗോറിതം, നമ്മൾ പഠിക്കാൻ പോകുന്ന ഡിസ്ട്രാസ് അൽഗോറിതം ഒരു സെൻട്രലൈസ്ഡ് റൂട്ടിംഗ് അൽഗോറിതം ആണ്. പിന്നെ നിങ്ങൾ പഠിക്കുന്നതിന് മുന്നേ കുറച്ച് ടേംസ് ഞാൻ പറയാം. ടേംസ് മീൻസ് ഇത് കണ്ട, ഈ UVWXYZ, ഈ UVWXYZ എന്നൊക്കെ പറയുന്നത് ഓരോ നോഡ്സ് ആണ്. ഈ നോഡ്സ് ഒക്കെ ഇന്റർകണക്റ്റഡ് ആണ്. ഈ ഓരോ കണക്ഷൻസിനെ നമ്മൾ ലിങ്ക്സ് എന്ന് വിളിക്കും. ഓരോ ലിങ്കിനും അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു കോസ്റ്റ് ഉണ്ട്. ഒരു നമ്പർ കണ്ടോ, 2123 എന്നൊക്കെ പറയുന്നത്, അത് കോസ്റ്റ് ആണ്. ഓരോ ലിങ്കിന്റെയും കോസ്റ്റ് ആണ് ഇത്. അപ്പൊ ഇതെന്നാണ് നമ്മൾ ഏറ്റവും ലീസ്റ്റ് കോസ്റ്റ് പാത്ത് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഈ U ആണ് നമ്മുടെ സോഴ്സ്, Z ആണ് ഡെസ്റ്റിനേഷൻ എങ്കിൽ നമ്മൾ യുന്ന് സെഡിലേക്ക് എത്താൻ പല പാത്തുകൾ ഉണ്ട്. ലീസ്റ്റ് കോസ്റ്റ് പാത്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് റൂട്ടിംഗ് അൽഗോറിതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹോൾ സെറ്റപ്പ്, ഈ ഒരു ഹോൾ ഇന്റർകണക്ഷൻ ഓഫ് ഡിഫറെന്റ് നോഡ്സിന് നമ്മൾ ഗ്രാഫ് എന്ന് വിളിക്കും. അതാണ് ഇവിടെ അബ്സ്ട്രാക്ട് ഗ്രാഫ് മോഡൽ എന്ന് പറയുന്നത്. ഈ ഹോൾ ഇന്റർകണക്ഷൻ നമ്മൾ ഗ്രാഫ് എന്ന് വിളിക്കും. ഈ ഓരോ UVW എന്ന് പറയുന്ന നോഡ്സ് ആണ്, അതിൽ തമ്മിലുള്ള കണക്ഷൻസ് ലിങ്ക് ആണ്. പിന്നെ ഈ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഓരോ ലിങ്കിന്റെയും കോസ്റ്റ് ആണ്. ഇത്രയും ടേംസ് നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പൊ അതില് ഇപ്പൊ ലിങ്ക് സ്റ്റേറ്റ് അൽഗോറിതത്തിന്റെ വേറൊരു പേരാണ് ഡിസ്ട്രാസ് അൽഗോറിതം. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾ കുറച്ച് ടേംസ് പഠിക്കണം. DV എന്ന് പറയുന്നത് ആ ലിങ്കിന്റെ കോസ്റ്റ് ആണ്. നേരത്തെ 321 എന്നൊക്കെ കണ്ടില്ലേ, ആ ലിങ്കിന്റെ കോസ്റ്റ് ആണ് DV എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ PV എന്ന് പറയുന്നത് പ്രീവിയസ് നോഡ്, പ്രീവിയസ് നൈബർ ഏതാണ്, നമ്മളൊരു പാത്തിലൂടെ എത്തുകയാണെങ്കിൽ അതിന് തൊട്ട് മുന്നത്തെ നൈബർ ഏതാന്നുള്ളതാണ് PV എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. N' എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് നോഡ്സ് ആണ്. ഓക്കെ, നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ലിങ്ക് സ്റ്റേറ്റ് അൽഗോറിതം നോക്കാം. അപ്പൊ ഇതില് എക്സാമ്പിൾ, ഇതിന്റെ അൽഗോറിതം ആണ്. നമ്മൾ ഇതൊരു എക്സാമ്പിൾ വെച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ എത്ര നോഡ്സ് ഉണ്ട്? UVWXYZ 6 നോഡ്സ് ഉണ്ട്. ഈ 6 നോഡ്സും പല രീതിയിൽ ഇന്റർകണക്റ്റഡ് ആണ്. 6 നോഡ്സും പല രീതിയിൽ ഇന്റർകണക്റ്റഡ് ആണ്. ആ ഓരോ കണക്ഷനും ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഓരോ കോസ്റ്റും കാണിക്കുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് എന്ന് പറയുന്നത് ലിങ്ക് സ്റ്റേറ്റ് അൽഗോറിതത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ യുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അതാണ് ഇനീഷ്യലൈസേഷൻ. യുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി യുന്ന് നോക്ക്, എത്ര നോഡ്സ് യുയിലോട്ട് ഡയറക്ട്ലി കണക്റ്റഡ് ആണ്?
യുവിൽ നിന്ന് ഡയറക്ട്ലി കണക്റ്റഡ് ആയിട്ടുള്ള എത്ര നോഡ്സ് ഉണ്ട്? ഒന്ന് വി ആണ്, ഒന്ന് എക്സ് ആണ്, ഒന്ന് ഡബ്ല്യു ആണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റാർട്ട് വിത്ത് യു, ഇനീഷ്യലൈസേഷൻ. യുന്ന് ഡയറക്ട്ലി കണക്റ്റഡ് ആയിട്ടുള്ള പാത്ത് അല്ലെങ്കിൽ ഏതൊക്കെ നോഡ്സിലോട്ടാണ് ഡയറക്ട്ലി കണക്റ്റഡ് എന്ന് നോക്കുക. ഈ ഒരു എക്സാമ്പിളിൽ വിയിലോട്ടും എക്സിലോട്ടും ഡബ്ല്യൂലോട്ടും ആണ്. ഓക്കെ, അപ്പോ ഫോർ ഓൾ നോഡ്സ് വി, ഇഫ് വി ഇസ് നൈബർ ഓഫ് യു, ഈ വി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വി എന്നത് മാത്രമല്ല, യുവിന് ഡയറക്ട്ലി കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാത്തിനെയും ഇവിടെ വി എന്നതുകൊണ്ട് സൂചിപ്പിക്കുകയാണ്. അപ്പൊ അത്രയേ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നുമില്ല. ഫസ്റ്റ് സ്റ്റെപ്പ് 0 ആണ്. അവിടുത്തെ എൻ ഡാഷ് എന്ന് പറയുന്നത് നമ്മൾ ഇനി ഓരോ നോഡായിട്ട് ആഡ് ചെയ്ത് വരും. ആദ്യം നമ്മൾ യുന്ന് തുടങ്ങുകയാണ്. ബാക്കി എല്ലാ നോഡ്സും ഇവിടെ എഴുതുക. ബാക്കി എല്ലാ നോഡ്സും ഏതാണ്? വി, ഡബ്ല്യു, എക്സ്, വൈ, സെഡ് എല്ലാം ഇങ്ങനെ എഴുതാം. ഓക്കെ, എന്നിട്ട് ഈ ഡി വി എന്ന് പറയുന്നത് ആ കോസ്റ്റ് ആണ്. 2, 3 എന്നൊക്കെ പറയുന്ന കോസ്റ്റ് ആണ്. പി വി എന്ന് പറയുന്നത് തൊട്ട് മുന്നത്തെ നൈബർ ആണ്. അപ്പൊ എല്ലാത്തിനും ഇങ്ങനെ എഴുതാം. ഫസ്റ്റ് നമ്മൾ യു എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. യു നിന്ന് വിയിലോട്ട് എത്തണം. യുന്ന് വിയിലോട്ട് എത്തണമെങ്കിൽ ഈ ഒരു പാത്തല്ലേ ഉള്ളൂ, 2 ആണ് അല്ലെ? അപ്പോ 2 ആണ്. തൊട്ട് മുന്നത്തെ നൈബർ ഏതാണ്? യു ആണല്ലോ. അതാണ് 2, യു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ യുന്ന് ഡയറക്ട്ലി കണക്റ്റഡ് ഏതാണ്? യുന്ന് ഡയറക്ട്ലി കണക്റ്റഡ് ഡബ്ല്യു ആണ്. ഡബ്ല്യൂലോട്ട് ഡയറക്ട്ലി കണക്റ്റഡ് ആണല്ലോ. അപ്പൊ അത് ഏതാണ്? 5 ആണ് അതിന്റെ കോസ്റ്റ്. 5, ഏതാണ് തൊട്ടു മുന്നത്തെ നോഡ്? യു ആണ്. 5, യു അത് എഴുതി. പിന്നെ ഡയറക്ട്ലി കണക്റ്റഡ് ഏതാണ്? പിന്നെ ഡയറക്ട്ലി കണക്റ്റഡ് എക്സ് ആണ്. എക്സിലോട്ടുള്ള കോസ്റ്റ് ഏതാണ്? 1 ആണ്. തൊട്ടു മുന്നത്തെ നോഡ് ഏതാണ്? യു ആണ്. 1, യു എന്ന് എഴുതി. അപ്പോ യുലോട്ട് ഡയറക്ട്ലി കണക്റ്റഡ് ആയിട്ടുള്ള വി, ഡബ്ല്യു, എക്സ് അതിന്റെ കോസ്റ്റ് എഴുതി. തൊട്ടു മുന്നത്തെ നൈബർ എന്ന് പറയുന്നത് യു തന്നെയാണ്. വൈയും സെഡും ഡയറക്ട്ലി കണക്റ്റഡ് അല്ലല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഫിനിറ്റി ആയിട്ട് എഴുതി. വൈയും സെഡും കണക്റ്റഡ് അല്ല, അതുകൊണ്ട് നമ്മൾ ഇൻഫിനിറ്റി ആയിട്ട് എഴുതി. ഓക്കെ, അതാണ് പറയുന്നത് ഫോർ ഓൾ നോഡ്സ് വി. വി എന്നത് ഉദ്ദേശിക്കുന്നത് ഇമ്മീഡിയറ്റ്ലി കണക്റ്റഡ് നോഡ്സ് ടു യു ആണ്. അപ്പൊ നമ്മൾ ഡി വി എന്ന് പറയുന്നത് ആ ഒരു സി യു വി. ഈ സി യു വി എന്ന് പറയുന്നത് കോസ്റ്റ് ആണ്. യുനും വിനും ഇടയ്ക്കുള്ള കോസ്റ്റ്. ഇപ്പൊ യുനും വിനും ഇടയ്ക്കുള്ള കോസ്റ്റ് 2 ആണ്. ഓക്കെ, ഈ വി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ വി അല്ല, ഈ ഡബ്ല്യുവിനെ നമ്മളിവിടെ വി ആയിട്ട് ഉപയോഗിക്കും. ഓക്കെ, സി യു, ഡബ്ല്യു 5 ആണ്. അങ്ങനെ ബാക്കി ഇൻഫിനിറ്റി ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതാണ് ഇനീഷ്യലൈസേഷൻ സ്റ്റെപ്പ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് വെച്ചാല് ഇതില് 2u, 5u, 1u, ഇൻഫിനിറ്റി. ഇതില് ഏറ്റവും മിനിമം ഏതാണ്? ഏറ്റവും മിനിമം ഏതാണ്? എക്സ് അല്ലേ? ഇതാണ് ഏറ്റവും മിനിമം. അപ്പൊ നമ്മൾ അടുത്ത വട്ടം ആഡ് ചെയ്യുമ്പോൾ യു എക്സ് എന്ന് എഴുതും. യു എക്സ് എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് നോഡ്സ് ആണ്. അപ്പൊ നമുക്ക് യുയിലൂടെയും പോവാം എക്സിലൂടെയും പോവാം എന്നുള്ളതാണ് അർത്ഥാക്കുന്നത്. അതായത് യു എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ കണ്ട വിയിലോട്ട് നമുക്ക് ത്രൂ യുവും പോവാം ത്രൂ എക്സും പോവാം. ത്രൂ യു പോകുമ്പോൾ ഡയറക്ട്ലി വിയിലോട്ട് നമുക്ക് യു വഴി പോകും. അപ്പൊ 2 ആണ് കോസ്റ്റ്. ഇനി എക്സ് വഴി പോവാണെങ്കിൽ 1 + 2 3 ആണ്. ഇതിൽ ഏറ്റവും മിനിമം ഏതാണ്? ഡയറക്ട്ലി പോകുന്ന തന്നെ അല്ലേ? അപ്പൊ 2 നമ്മൾ എടുക്കും. നമുക്ക് ത്രൂ എക്സും പോവാം എന്ന് നോക്കുകയാണ്. പക്ഷെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഏറ്റവും മിനിമം കോസ്റ്റ് ഉള്ള പാത്ത് സെലക്ട് ചെയ്യണം എന്ന് മാത്രം. അപ്പൊ ഇവിടെ എന്തായി? ഇവിടെ ഇപ്പോ യു എക്സ് ആണ്. ഈ യു എക്സ് ഇനി നമ്മൾ വി നോക്ക്. യു എക്സ് വി, യു ഉണ്ട്, എക്സ് ഉണ്ട്, വി ഉണ്ട്. ഈ യു എക്സ് ഒറ്റൊന്നായിട്ടല്ല കേട്ടോ കൺസിഡർ ചെയ്യുന്നത്. യു കൂടെയും പോവാം ത്രൂ എക്സും പോവാം എന്നതാ ഉദ്ദേശിക്കുന്നത്. അപ്പോ യുന്ന് ഡയറക്ട്ലി വിയിലോട്ട് പോവാൻ 2 ആണ്. ത്രൂ എക്സ് പോവാൻ 3 ആണ്. ഏതാണ് അടുത്ത് അല്ലെങ്കിൽ ഏതാണ് ചെറുത്? 2 ആണല്ലോ. 2 ആണ്. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ 2, യു തന്നെയാണ്. മുന്നത്തെ പോലെ തന്നെയാണ്. പുതിയ എക്സ് വന്നാൽ പോലും ഇതിന് വലിയ മാറ്റമൊന്നുമില്ല. അങ്ങനെ നിന്നു. ഇനി നോക്ക്, ഡബ്ല്യൂയിലോട്ട് പോവാൻ യു ഒന്ന് ഡബ്ല്യൂയിലോട്ട് പോവാൻ ഡയറക്റ്റ് ആയിട്ട് പോവാം. 5. ഇപ്പൊ നമുക്കൊരു പുതിയ ആളും കൂടി ഉണ്ട്. ആരാണ്? എക്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ത്രൂ എക്സും പോവാം. ത്രൂ എക്സ് പോകുമ്പോ എത്രയാണ്? യു ടു എക്സ്, എക്സ് ടു ഡബ്ല്യു, 1 + 3 4. 4 തൊട്ട് മുന്നത്തെ ഏതാണ്? ഡബ്ല്യൂയിലോട്ട് എത്താൻ തൊട്ട് മുന്നത്തെ ഏതാണ്? എക്സ് അല്ലേ? 4, എക്സ് നമുക്ക് അങ്ങനെയും എഴുതാം. ഇപ്പൊ നേരത്തെ നോക്ക്, ഈ 5, യുവിനെ നോക്കുമ്പോൾ 4, എക്സ് വരുമ്പോൾ ചെറുതായില്ലേ? അപ്പൊ ഡബ്ല്യൂയിലോട്ട് എത്താൻ 5 കോസ്റ്റ് വേണ്ടല്ലോ. അപ്പൊ ഡബ്ല്യൂയിലോട്ട് എത്താൻ 1 + 3 മതി.
അതൊരു ഇംപ്രൂവ്മെന്റ് ആണ്. അപ്പൊ നമ്മൾ പുതിയതാണ് ഇവിടെ എഴുതുന്നത് 4,x. പിന്നെ എക്സ് ഇവിടെ ഉൾപ്പെട്ടതുകൊണ്ട് ഇവിടെ എഴുതണ്ട. ഇനി y. ഇപ്പൊ വൈയിലോട്ടൊരു കണക്ഷൻ വന്നല്ലോ. ആദ്യം യുന്ന് വൈയിലോട്ടൊരു കണക്ഷൻ ഇല്ല, പക്ഷെ യും എക്സും കൂടി നെറ്റ്വർക്കിന്റെ ഭാഗമായതിനാൽ ത്രൂ എക്സ് നമുക്ക് എത്താൻ പറ്റും. അപ്പൊ ത്രൂ എക്സ് എത്തുമ്പോൾ എത്രയായിരിക്കും? 1 + 1 2 ആണ്. അതാണ് 2,x. എക്സ് ആണ് വൈന്റെ തൊട്ട് മുന്നത്തെ നൈബർ. അതാണ് 2,x. സ്റ്റിൽ ഇപ്പൊ നമുക്ക് നെറ്റ്വർക്കിൽ യും എക്സും മാത്രമേ ഉള്ളൂ. സെഡിലോട്ട് കണക്ഷൻ ഉണ്ടോ? ഡയറക്റ്റ് കണക്ഷൻ ഇല്ല. യും എക്സും മാത്രമേ നമ്മുടെ ഇപ്പൊ നെറ്റ്വർക്കിലുള്ളൂ. സെഡിലോട്ട് കണക്ഷൻ ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? അത് ഇൻഫിനിറ്റി ആണ്. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പ് ഇങ്ങനെയാണ്. ലൂപ്പ് ഫൈൻഡ് w നോട്ട് ഇൻ n ഡാഷ് സച്ച് ദാറ്റ് d of w is മിനിമം. നമ്മളിപ്പോ ചെയ്തത് തന്നെ ആഡ് w to n ഡാഷ്. ഈ ആദ്യത്തെ സ്റ്റെപ്പിൽ ഏറ്റവും മിനിമം ഉള്ളത് നമ്മൾ n ഡാഷിലേക്ക് ആഡ് ചെയ്തു, എന്നിട്ട് അപ്ഡേറ്റ് ചെയ്തു. ഏറ്റവും മിനിമം പുതിയ മിനിമം പാത്ത് നമ്മൾ കണ്ടുപിടിച്ചു. അതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ ഇവിടെ യു എക്സ് ആഡ് ചെയ്തപ്പോ പല നമ്പേഴ്സും കണ്ടു. ഇതിൽ ഏറ്റവും ചെറുത് ഏതാണ്? 2 ആണ്. 4 വലുതാണ്. 2, u ഉണ്ട്, 2, x ഉണ്ട്. നമുക്ക് യു എക്സ് ആയി അല്ലെ. ഇപ്പൊ 2, u വിനെ കറസ്പോണ്ട് ചെയ്തിട്ടാണ്, 2, x വൈനെ കറസ്പോണ്ട് ചെയ്തിട്ടാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ടൈ വന്നു. രണ്ടിലോട്ടും 2 ആണ്. നേരത്തെ കേസിൽ ഒരു 1 വന്നതുകൊണ്ട് ഏറ്റവും ചെറുത് 1 ആണ്. അപ്പൊ നമുക്ക് ഈ എക്സ് സെലക്ട് ചെയ്യാം. ഈ 1, u വന്നത് എക്സിലല്ലേ, എക്സ് സെലക്ട് ചെയ്യാം. നമ്മുടെ ഒരു ടൈ വന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ 2x അല്ലേ ഇവിടെ വന്നത്, 2x ഇവിടെ വന്നു എന്ന് പറയുമ്പോൾ ഞാൻ എന്താ ഇത് സെലക്ട് ചെയ്തു. ഇത് ഏതാണ്? y അല്ലേ. അപ്പൊ നമ്മുടെ നെറ്റ്വർക്കിന്റെ ഭാഗം ഇപ്പൊ ഏതാണ്? ഇപ്പൊ യുവും എക്സും വൈയും നമ്മുടെ നെറ്റ്വർക്കിന്റെ ഭാഗമാണ്. യുയിലോട്ടും പോവാം, എക്സിലൂടെയും പോവാം, വൈയിലൂടെയും നമുക്ക് പോകാൻ പറ്റും. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ വിയിലോട്ട് ഇപ്പൊ നമ്മുടെ നെറ്റ്വർക്കിന്റെ ഭാഗം ഏതൊക്കെയാണ്? യുവും എക്സും വൈയും ഒക്കെ നമ്മുടെ നെറ്റ്വർക്കിന്റെ ഭാഗമാണ്. വിയിലോട്ട് പോകാൻ എപ്പോഴും ബെസ്റ്റ് പാത്ത് യു തന്നെയാണ്. അപ്പൊ നമുക്ക് വിയിലോട്ട് ഇങ്ങനെ പോവാം, ഇങ്ങനെയൊക്കെ പോവാമെങ്കിൽ പോലും ഏറ്റവും മിനിമം ഏതാണ്? 2 ആണ്. അതാണ് നമ്മൾ വിയിലോട്ട് പോവാൻ 2, u. യു പ്രീവിയസ് നൈബർ. ഇനി ഡബ്ല്യൂയിലോട്ട് പോകാൻ ബെസ്റ്റ് പാത്ത് ഏതാണ്? നേരത്തെ ഏതായിരുന്നു? ത്രൂ എക്സ് ആകുമ്പോൾ 1 + 3 ആയിരുന്നു, 4 ആണ്. പക്ഷെ ഇപ്പൊ നോക്ക്, വൈയും കൂടി നമ്മുടെ നെറ്റ്വർക്കിൽ ആഡ് ചെയ്തത് കൊണ്ട് നമുക്ക് യു ടു എക്സ്, എക്സ് ടു വൈ, വൈ ടു ഡബ്ല്യു അങ്ങനെ പോകാൻ പറ്റും. 1 + 1 + 1 3. അപ്പൊ മിനിമം പാത്ത് ഏതായി? 3 ആയി. ആദ്യം 5 ആയിരുന്നു. ആദ്യം ഡബ്ല്യൂയിൽ യു മാത്രമാവുന്ന സമയത്ത് ഡബ്ല്യൂയിലോട്ട് പോകാൻ 5 ആയിരുന്നു ഡിസ്റ്റൻസ്. യുവും എക്സും നെറ്റ്വർക്കിന്റെ ഭാഗമായപ്പോൾ 4 ആയി ഡിസ്റ്റൻസ്. യുവും എക്സും വൈയും നെറ്റ്വർക്കിന്റെ ഭാഗമായപ്പോൾ ഡബ്ല്യൂയിലോട്ട് എത്താൻ വെറും 3 മാത്രമായി. അപ്പോൾ യു ടു ഡബ്ല്യു നമുക്ക് ഇപ്പൊ എത്താൻ ത്രൂ വൈ, ഈ എക്സ് വൈ ഈ ഒരു പാത്ത് കൂടെ പറ്റും. 1 + 1 + 1 3. അതിന് തൊട്ട് മുന്നേ നമ്പർ വൈ ആയതുകൊണ്ടാണ് ഇവിടെ വൈ എന്ന് കൊടുക്കുന്നത്. ബാക്കി എക്സ് നെറ്റ്വർക്കിന്റെ ഭാഗമായതുകൊണ്ട് ഇവിടെ ഒന്ന് ഫിൽ ചെയ്യേണ്ട, വൈ നെറ്റ്വർക്കിന്റെ ഭാഗമായത് ഇവിടെ ഒന്ന് ഫിൽ ചെയ്യേണ്ട. സെറ്റ്. ഇപ്പോഴാണ് സെറ്റ് വരുന്നത്. നേരത്തെ ഇപ്പൊ യുവും എക്സും വൈയും നെറ്റ്വർക്കിന്റെ ഭാഗമായതിനാൽ സെഡിലോട്ടൊരു കണക്ഷൻ ഉണ്ട്. യുവും എക്സും മാത്രമായിരുന്നെങ്കിൽ സെഡിലോട്ട് കണക്ഷൻ ഇല്ല. യു മാത്രമാകുമ്പോൾ കണക്ഷൻ ഇല്ല. അതുകൊണ്ടാണ് ഇൻഫിനിറ്റി കൊടുത്തത്. യുവും എക്സും വൈയും ഇപ്പൊ നെറ്റ്വർക്കിന്റെ ഭാഗമായതുകൊണ്ട് ഇപ്പൊ ഒരു കണക്ഷൻ വരുന്നുണ്ട്. അപ്പൊ അത് എത്രയാ? 1, u to x 1, x to y 1, y to z 2. 1 + 1 + 2. അപ്പോൾ ഇതെന്താണ്? ഈ ഡിസ്റ്റൻസ് എന്താണ്? dz എന്താണ്? 1 + 1 + 2 that is 4. തൊട്ട് മുന്നത്തെ നൈബർ ഏതാണ്? 4. അപ്പൊ അതും ഓക്കെ ആയി. ഇനി നിങ്ങൾ ഈ റോ നോക്കിയേ. ഈ റോയില് ഏറ്റവും മിനിമം ഏതാണ്? 2, u അല്ലേ. ഏറ്റവും മിനിമം 2, u അല്ലേ. ഈ 2, u എന്തിനെ കറസ്പോണ്ട് ചെയ്തിട്ടാണ്? വിനെ കറസ്പോണ്ട് ചെയ്തിട്ടല്ലേ. വിയും നമുക്ക് നമ്മുടെ നെറ്റ്വർക്കിലേക്ക് എടുക്കാലോ. ഇവിടെ ലീസ്റ്റ് അതല്ലേ. അപ്പൊ നമ്മുടെ പുതിയ നെറ്റ്വർക്കിൽ എന്തൊക്കെ നോട്ട്സ് ഉണ്ട്? യുവും എക്സും വൈയും വിയും ഉണ്ട്. യുവും എക്സും വൈയും വിയും. ഓക്കെ. അപ്പോ വി ഇപ്പൊ ഇതിൽ വന്നതുകൊണ്ട് ഇവിടെ എഴുതണ്ട. ഡബ്ല്യു ഇതിന്റെ ഭാഗമല്ലല്ലോ. അപ്പൊ ഡബ്ല്യൂയിൽ എത്താനുള്ള ലീസ്റ്റ് പാത്ത് എന്ന് പറയുന്നത് 3, y തന്നെയാണ്. വേറെ മാറ്റമൊന്നും ഇല്ല. ഇതിലും ചെറിയൊരു പാത്ത് ഡബ്ല്യൂയിലോട്ട് എത്താൻ ഇനി ഇല്ല. ഇതൊന്നും എഴുതണ്ട. എക്സ് എഴുതണ്ട, നെറ്റ്വർക്കിന്റെ ഭാഗമാണ്. വൈ എഴുതേണ്ട നെറ്റ്വർക്കിന്റെ ഭാഗമാണ്. സെഡ് നേരത്തത് പോലെ തന്നെയാണ്. സെഡിലോട്ട് എഴുതാൻ 1 + 1 + 2 ത്രൂ വൈ അതന്നെ പറ്റുള്ളൂ. ഇപ്പൊ നമ്മുടെ ഈ ഒരു കോളം നോക്കിയേ. 3, y 4, y. ഏറ്റവും ചെറുത് ഏതാണ്? 3, y. അതിന് എന്തിനെ കറസ്പോണ്ട് ചെയ്തിട്ട്? ഡബ്ല്യൂനെ കറസ്പോണ്ട് ചെയ്തിട്ട്. നമ്മുടെ നെറ്റ്വർക്കിലേക്ക് ഒരു പുതിയ നോഡും കൂടി ആഡ് ചെയ്തു. ഡബ്ല്യു, യു എക്സ് വൈ വി ഡബ്ല്യു. അപ്പൊ ഇതൊന്നും എഴുതണ്ട. സെഡ് മാത്രമല്ലേ ഇനി ബാക്കിയുള്ളൂ. സെഡിലോട്ട് എത്താൻ അതേ ഒരു പാത്തേ ഉള്ളൂ. 4, y. അങ്ങനെ. ഇനി ലാസ്റ്റ് എന്താണ്? സെറ്റും കൂടി അങ്ങോട്ട് കൂട്ടിച്ചേർക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ സംഭവം. until n = n. ഇനി നമുക്ക് ഇത് റീഡ്രോ ചെയ്യാം. റീഡ്രോ ചെയ്യാൻ എങ്ങനെയാണ്? നമുക്ക് ഇവിടെ യു ഉണ്ട്,
പിന്നെ ഇവിടെ എക്സ് ഉണ്ട്, പിന്നെ ഇവിടെ വൈ ഉണ്ട്, പിന്നെ ഇവിടെ സെഡ് ഉണ്ട്, പിന്നെ ഇവിടെ വി ഉണ്ട്. എല്ലാ നോട്ട്സും ഉണ്ട്. ഓക്കെ, എപ്പോഴും യുന്ന് വിയിലോട്ട് പോവാൻ എപ്പോഴും ഈ ഒരു ഡയറക്റ്റ് പാത്താണ് നല്ലത്. അതുകൊണ്ട് ഇത് 2 ആയി. ഇവിടെ 1 1 2 സെഡിലോട്ട് പോകാൻ ഈ ഒരു പാത്ത്. ഇനി ഡബ്ല്യൂയിലോട്ട് പോകാൻ ഏത് പാത്താണ് നല്ലത്? നമ്മൾ പറഞ്ഞു 1 + 1 + 1, ഈ ഒരു പാത്തല്ലേ നല്ലത്. നമ്മുടെ നെറ്റ്വർക്ക് ചെറുതായില്ലേ, ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് വരുന്നത്. അനാവശ്യമായ പാത്തൊക്കെ നമ്മൾ കളഞ്ഞു. ഇതാണ് നമ്മുടെ ലീസ്റ്റ് കോസ്റ്റ് പാത്ത്. ഇതാണ് നമ്മുടെ ലിങ്ക് സ്റ്റേറ്റ് അൽഗോരിതം. അപ്പൊ ചോദിച്ചാൽ ഈ ഒരു സ്റ്റെപ്പ് വെച്ച് നിങ്ങൾക്ക് അറിയുന്ന പോലെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ.